അൽഹംദുലില്ലാഹി വഖഫ വസ്സലാത്തു വസ്സലാമു അലാ ഖൈരി ഖൽഖിഹി വറസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി വഅസ്ഹാബിഹി ശുറഫ അമ്മാ ബഅദ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه العزيز: أعوذ بالله السميع العليم من الشيطان الرجيم. وأقم الصلاة طرفي النهار وزلفا من الليل إن الحسنات يذهبن السيئات ذلك ذكرى للذاكرين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസികൾ, അള്ളാഹുവിൻ്റെ അനുഗ്രഹീത ദാസന്മാരായി, മുഹ്സിനുകളെ, മുഹ്ബിത്തുകളെ, മുത്തഖുകളായി, റബ്ബിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരായി ജീവിച്ച് റബ്ബിൻ്റെ കോടതിയിലേക്ക് മുത്തഖീങ്ങളായി യാത്ര പോകാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളിലും നാം ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നിശ്ചയിച്ചിരുന്നു, ഉപദേശിക്കുന്നു. ഇന്നലകളിൽ വന്നുപോയ ചെറുതും വലുതുമായ അനവധി പാവങ്ങൾ, കുറ്റകൃത്യങ്ങൾ, തിന്മകൾ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടാൻ അള്ളാഹു വിശ്വാസികൾക്ക് ചില സമയങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ഒരു സമയത്തിലേക്കാണ് ഇൻഷാ അല്ലാഹ് നാം കടക്കാൻ പോകുന്നത്. പരിശുദ്ധ റമദാൻ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരാമെന്നും കൃത്യമായി പറഞ്ഞ കാര്യമാണ് പരിശുദ്ധ റമദാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിന് തൊട്ടു മുമ്പായി സഹാബത്തുകളോട് പറഞ്ഞു: അത്താക്കും ഷഹ്റു റമദാൻ, ഇതാ നിങ്ങൾക്ക് റമദാൻ മാസം വരാൻ പോവുകയാണ്. ഷഹ്റുൽ മുബാറക്, അത് അള്ളാഹുവിന്റെ ബർക്കത്ത് നിങ്ങളിൽ ചൊരിയുന്ന മാസമാണ്. ഫർളല്ലാഹു അലൈക്കും ഫീഹി സിയാം, അതിൽ അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതാണ് അതിലെ പുണ്യകർമ്മം. എന്നാൽ പട്ടിണി കിടന്നതുകൊണ്ട് അള്ളാഹു പാപങ്ങൾ പൊറുക്കപ്പെടുന്ന വിഭാഗം ആളുകൾ ഉൾപ്പെടുത്തുന്നില്ല. അതിന് ചില നിബന്ധനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: മൻ സാമ റമദാനൻ ഈമാനൻ, അചഞ്ചലമായ വിശ്വാസത്തോടു കൂടി അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കണമെന്ന നിഷ്കളങ്കമായ നിയ്യത്തോടു കൂടി ആത്മാർത്ഥമായി ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ, റബ്ബിന്റെ ഹിസാബിനെ ഭയപ്പെട്ടു പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നോമ്പ് നോക്കാൻ, ഊഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞുപോയ ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ
ഇന്നലകളിലെ പാപങ്ങൾ അല്ലാഹു കൊടുക്കും. താൻ നിനക്ക് പൊറുക്കപ്പെടാൻ പര്യാപ്തമായ ഒരു സമയത്തിലേക്കാണ് നാം കടക്കുന്നത്. ഒരുപാട് തിന്മകളും പാപങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എത്രയും ചോദിച്ചാൽ എണ്ണമില്ലാത്ത വണ്ണമില്ലാത്ത പാപങ്ങളുടെ ഉടമസ്ഥന്മാരാണ് നമ്മൾ ഓരോരുത്തരും ആണും പെണ്ണും. ആരും ശുദ്ധരല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു ചില ദിവസങ്ങൾ, ചില ആഴ്ചകൾ, ചില സമയങ്ങൾ പ്രത്യേകം മാപ്പ് നൽകാൻ വിശ്വാസികൾക്ക് അവസരം നൽകുകയാണ്. ആ അവസരത്തിൽ ഒരവസരമാണ് പരിശുദ്ധ റമദാൻ. ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകനെ, എൻ്റെ ജീവിതത്തിൽ പൊറുക്കപ്പെടാത്തൊരു പാപം എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ, ഒരു അവിഹിത ബന്ധം അത് ജീവിതത്തിൽ വന്നുപോയി എന്ന് പറഞ്ഞ് നെടും കേരളത്തോടു കൂടി അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഈ കുറ്റത്തിൽ നിന്ന് കുറ്റവിമുക്തനായി പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ എത്തിച്ചാൽ ഞാൻ എന്ത് ചെയ്യാം? ചോദ്യം അതായത്, എന്താണ് ഞാൻ ആ തെറ്റ് ചെയ്തു പോയത് പരിഹാരമായി ചെയ്യാൻ? ആ സഹാബി നബിയോട് നേരിട്ട് വന്ന് ചോദിച്ചു. നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ അതുപോലെയുള്ളത് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ആരെത്ര വെളുത്ത മുഖം കാണിച്ചിട്ടും കാര്യമില്ല. എല്ലാവരുടെയും, ആണായാലും പെണ്ണായാലും, ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഇത്തരം തിന്മകൾ വന്നു പോയതാണ്. ഒരു സംശയം വേണ്ട. എല്ലാവരും വെളുക്ക ചിരിക്കുന്നു, സലാം ചെല്ലുന്നു, താടി വെക്കുന്നു, ദീനിന്റെ നന്മകളായി ഓടി നടക്കുന്നു എന്നൊക്കെയുള്ളത് ശരിയാണ്. പക്ഷെ നമ്മൾ ഉള്ളിലൊക്കെ എടുത്താൽ പൊങ്ങാത്ത അത്ര പാപങ്ങൾ നടക്കുക. എന്താണ് നബിയെ പരിഹാരം? അതായത് ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് ഹൂദിലെ ഒരായത്ത് അദ്ദേഹത്തിന് ഊരിക്കൊണ്ടു. ആയത്ത് ഇങ്ങനെയായിരുന്നു: അഖിമിസ്സലാത്ത തറഫൈൻ നഹാരി വസുൽഫൻ മിനൽ ലൈൽ. രാത്രിയുടെ ഒരറ്റത്തും പകലിന്റെ രണ്ടറ്റങ്ങളിലുമായി 5 നേരത്തെ നമസ്കാരം മരണം വരെ ഒഴിവാകാതെ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി ജമാഅത്തായി നിസ്കരിക്കും. എന്റെ പരിഹാരം. പള്ളിയിൽ ഇമാമും ജമാഅത്തായി നിസ്കരിക്കും. എന്നാലോ ഇന്നൽ ഹസനാത്ത്, ഇത്തരം നന്മകൾ യുദ്ഹിബിൽ സയ്യാത്ത്, ജീവിതത്തിൽ വന്നുപോയ തിന്മകളെ മായ്ച്ചു കളയും. അപ്പൊ തിന്മകൾ മായ്ച്ചു കളയാനുള്ള ഒരു വഴിയാണ് 5 നേരത്തെ നമസ്കാരം. അതെങ്ങനെ? ജമാഅത്തായി കൃത്യമായി വളരെ ശ്രദ്ധയോടുകൂടി. സല്ലി സലാത്ത മുഖദ്ദി, ഓരോ നമസ്കാരം നിർവഹിക്കുമ്പോഴും, ജുമാ നമസ്കാരത്തിന് കൈകെട്ടുമ്പോൾ, അസറിന് ഞാൻ ഉണ്ടാവുകയില്ല പഠിച്ചവന്, അസറിന് ചിലപ്പോൾ ഞാൻ നിന്റെ കോടതിയിലായിരിക്കാം എന്ന നീയത്തോടുകൂടി, ആ നിഷ്കളങ്കമായ ചിന്തയോടുകൂടിയ ചെറുതെ. അല്ലാതെ നമ്മളോട് വീണ്ടും കൈകെട്ടുക, നമ്മളുടെ ജീവിതത്തിലുണ്ടായ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ കൈകെട്ടിയതിന് ശേഷം ഇരുന്ന് ചിന്തിക്കുക, ആ നിസ്കാരക്കാരുടെ കാര്യമല്ല ഇവിടെ പറഞ്ഞു. അള്ളാഹുമായി റസൂലുള്ള പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ കൈകെട്ടിക്കഴിഞ്ഞാൽ അള്ളാഹു അവന്റെ മുഖം നിസ്കരിക്കുന്ന ആളുടെ മുഖവുമായി ചേർത്തു. റബ്ബിന്റെ മുഖം നിസ്കരിക്കുന്ന ആളുടെ മുഖവുമായി ചേർത്തു. അത് എത്രത്തോളം സ്നേഹത്തോടുകൂടി ചിന്തിച്ചു. ആ സ്നേഹം നമ്മൾ കിട്ടത്തക്ക രൂപത്തിലുള്ള നിസ്കാരമായി. അങ്ങനെ 5 നേരത്തെ നിസ്കാരം നിർവഹിച്ചാൽ അത്തരം നന്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യാത്ത് ദാലിക ദിക്റാ ലിസ്സാകിരീൻ, അത് അള്ളാഹുവിന്റെ ദിക്റോടുകൂടി ജീവിക്കുന്ന ആളുകൾക്കുള്ള ഒരു പാഠം, ഒരു ഉത്ബോധനം. ദിക്റോടുകൂടി ജീവിക്കണം. 5 വക്ത് നിസ്കരിച്ച് പള്ളികളിൽ നിസ്കരിച്ചാൽ മാത്രം പോരാ, ഒരു ദിക്ർ മനസ്സിലുണ്ടാവണം. അള്ളാഹിനെ കുറിച്ച് ഒരു ഓർമ്മ. അത്തരം ആളുകൾക്കുള്ള ഒരു പാഠമാണ്. ഈ ആയത്തിറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് വിശദീകരിച്ചപ്പോൾ കേട്ടു എന്നൊരു സഹാബി നബിയോട് ചോദിച്ചു, യാ നബി അല്ലാഹ് ഹാദാ ലഹു ഖാസ, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഈ ഉത്തരം നിങ്ങളോട് ചോദിച്ച ചോദ്യകർത്താവിന് മാത്രമുള്ളതാണ്. ഹാദാ ലഹു ഖാസ, ഇത് അദ്ദേഹത്തിന് പ്രത്യേകമാണോ? അതോ നാട്ടിലുള്ള എല്ലാവർക്കും ഉണ്ടാവോ ഈ അനുഭവം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബല്ലിന്നാസി കാഫ, പക്ഷെ ലോകത്ത് മരണം വരെ, ലോകം അവസാനിക്കുന്നവരെയുള്ള
ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കുള്ള നിയമമാണ് ഇപ്പൊ പറഞ്ഞത്. ഇത് 5 നേരത്തെ നിസ്കാരം ബോധപൂർവം കൃത്യതയോടുകൂടി നിർവഹിച്ചു. അത് നമ്മളൊക്കെ നിസ്കരിക്കും പോലെ തന്നെ ഞാൻ പറയുന്നില്ല. അർത്ഥം അറിഞ്ഞുകൊണ്ട് ഖുർആൻ ഓതി പഠിച്ചു. അല്ലാണ്ട് എപ്പോഴെങ്കിലും റമളാൻ വരുമ്പോ ഖുർആൻ ഓതി ഒൽക്കല്ല. ദിക്റാൽ ദാക്കിരി, അള്ളാഹിനെ നിരന്തരമായി ഓർക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകൾ അതുകൂടി വേണം. ഖുർആനുമായി നിരന്തര ബന്ധമുള്ളവരായിരിക്കും. അല്ലാണ്ട് ഇവിടെ വന്ന് പാർട്ടിയും കുല്ലായി ഓതിയിട്ട് നിസ്കരിച്ചു കൊടുക്കുന്നതല്ല. ഒരു ഖുർആനുമായി ഒരു ബന്ധം വേണം. അത്തരം ആളുകൾക്ക് അല്ലാഹു ജീവിതത്തിൽ വന്നു പോകുന്ന അബദ്ധങ്ങളായി വന്നു പോകുന്ന തെറ്റുകളൊക്കെ അല്ലാഹു മാപ്പാക്കും. അപ്പൊ നമ്മളുടെ കാര്യം തീരുമാനമായോ? നിങ്ങളെ മനസ്സുകൊണ്ട് പരിശുദ്ധ റമളാൻ വരികയാണ്. ദിക്റുകളുടെ മജ്‌ലിസ്, ഇപ്പൊ ഈ മജ്‌ലിസ് ഇത് അള്ളാഹു തൃപ്തിപ്പെട്ട മജ്‌ലിസിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. പള്ളിയിലാണ്, അള്ളാഹുവിന്റെ കലാം വിശദീകരിക്കുന്ന സദസ്സിലാണ്. ഈ സമയത്ത് നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഈ ഖുതുബെല്ലാം ശ്രവിച്ച് ജീവിതത്തിൽ പകർത്തണം എന്നുള്ള ചിന്തയോടുകൂടി ഈ കാര്യങ്ങളെല്ലാം ശ്രവിച്ച് അങ്ങനെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ നമ്മളോട് ഓരോരുത്തരോടും അള്ളാഹിന്റെ മലക്കുകൾ വിളിച്ചു പറയും, അൻ കൂമു, പോയിക്കോളൂ, മഗ്ഫുറത്തിലേക്കും നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു മാപ്പാക്കി. ഇപ്പോ മലക്കുകൾ വാനലോകത്ത് വിളിച്ചു പറയും. ആ വിളിയാളെ കേൾക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരു ദിക്റിന്റെ സദസ്സിൽ ഒരു ദിക്ർ അള്ളാഹുവിനെ സ്മരിക്കുന്ന സദസ്സിലിരുന്നു ഹഫത്തുഹുൽ മലായികത്ത്, മലക്കുകൾ പൊതിയുന്ന സദസ്സാണ്. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സദസ്സ്. മലക്കുകൾ വാനലോകത്ത് വിളിച്ചു പറയാൻ നിങ്ങൾക്ക് മാർക്കില്ല. അത്തരം ആളുകളുടെ കൂട്ടിലാകാൻ നമ്മൾ കൊതിക്കൂലേ? കൊതിക്കണം. ബാക്കിയുള്ളതൊക്കെ വെറുതെ തോന്നലുകൾ മാത്രമാണ്. ഒക്കെ എന്റേതാണ് എന്നുള്ള തോന്നലുകൾ മാത്രം. അതിനൊന്നും എന്തില്ല, സ്ഥായിയായ ഒരു ഭാവവും. നമ്മൾ പോകുന്നത് വരെ, ഈ ഭൂമിയിൽ നിന്ന് കണ്ണടക്കുന്നത് വരെ, കണ്ണടക്കുന്ന ഒരു വീര്യം കഴിയ ആരോഗ്യം പോയാൽ കഴിഞ്ഞു ഇല്ലേ? ആരോഗ്യം കഴിഞ്ഞാൽ പിന്നെ പൈസക്ക് എന്ത് വിലയുള്ളത്? കുടുംബക്കാർക്ക് എന്ത് വിലയുള്ളത്? ആർക്കും ഒരു വിലയില്ല. ബാപ്പന്റെ ഉമ്മന്റെ ആരോഗ്യം കഴിഞ്ഞാൽ മക്കൾക്ക് മാതാപിതാക്കളുടെ വലിയ ആവശ്യമുണ്ടാകും. പിന്നെ നാട്ടിലുള്ള ആളുകളെ മുമ്പിൽ നിൽക്കാൻ വേണ്ടി ആ സ്റ്റാറ്റസ്കോ നിലനിർത്തണ്ടേ, മാനം കാക്കല്ലേ, അതിനു വേണ്ടിയാണ്. അല്ലാണ്ട് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടതല്ല. നിങ്ങൾക്ക് ഭാര്യയ്ക്ക് നിങ്ങളെ ഉണ്ടാവും. മക്കളൊക്കെ അതിൽ നിന്നും ഓലക്കോല വഴിക്ക് പോകും. കാരണം ഓല് പാറി കിടക്കുന്നവരാ, ഓല പ്രായം, ഓലെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അപ്പോ അപ്പോഴാണ് പടച്ചോനോട് ചിന്തിക്കുക, പടച്ചോനെ നിസ്കരിച്ച് ശരിയായില്ല, ഞാൻ നോമ്പ് നോറ്റത് ശരിയായില്ല, ഞാൻ ആ ഒരു നോമ്പ് നോട്ടിട്ടില്ല, ഈമാനോടുകൂടിയല്ല നോട്ടത്, അള്ളാന്റെ പ്രതിഫലം ആഗ്രഹിച്ചു നോക്കാറില്ല, എല്ലാവരും നോക്കുന്നു, അതുകൊണ്ട് ഞാൻ നോക്കി. ഇപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എല്ലാ സ്ഥലത്തും എല്ലാ പള്ളികളും എല്ലാ വീടുകളും പെയിന്റിംഗ് വർക്ക് കഴിഞ്ഞു അല്ലെ? എന്തെങ്കിലും കൂടിയിട്ട് അതിന് പള്ളി പെയിന്റ് അടിച്ചാൽ ഒന്നും കിട്ടൂല. നമ്മളെ വീട്ടിലുള്ള നമ്മളെ ഭാര്യമാരൊക്കെ നമ്മൾ വീട് പെയിന്റ് അടിക്കാത്തതിന് ഭയങ്കര സങ്കടമാണ്. ചിലവര് പറയും അങ്ങനെ പെയിന്റ് അടിക്കണ്ട, അതിപ്പോ കേടൊന്നും വന്നിട്ടില്ല, നമുക്ക് അടുത്തുള്ള അടിക്കാൻ. അതിന്റെ സങ്കടവും പ്രയാസവും അതിന്റെ കച്ചറങ്ങളായിട്ട് കൂടിയിരിക്കുകയായിരിക്കും. ഇപ്പൊ നിങ്ങൾക്കല്ലേ നോമ്പ് എന്നുള്ള ചിന്ത ഇല്ല, നമുക്ക് പണ്ട് ഇങ്ങോട്ട് വർത്താൻ പറയും. വെറുതെ പൈസ വലിച്ചെറിയിട്ട് ഒരു കൂലിയില്ല. പള്ളിയിൽ പെയിന്റ് അടിച്ചാൽ റംലാനിന് പെയിന്റ് അടിക്കുന്ന ഏത് ഹിസാബിലാ പറഞ്ഞ ഒരു ഖുർആനും ഇല്ല, ഹദീസും ഇല്ല. റംലാനും വൈറ്റ് വാഷ് ചെയ്യണമെന്ന് കുറെ വൈറ്റ് വാഷ് ചെയ്യുന്നോടെ പറഞ്ഞു. എപ്പോഴും വൃത്തി വേണമെന്ന് പറഞ്ഞു. അത് പള്ളിയിലായാലും വീട്ടിലായാലും. അന്നലാഫത്തു ശത്രുൽ ഈമാൻ, വൃത്തി ഈമാന്റെ പകുതിയാണ്. അല്ലാണ്ട് പള്ളി റമളാൻ വന്നു കഴിഞ്ഞാൽ പെയിന്റ് അടിക്കും. ഇതുപോലെ ഈ പള്ളി കമ്മിറ്റിക്കാര് നാട്ടുകാർക്ക് കുറെ പൈസ കിട്ടി പെയിന്റ് അടിച്ചു കിട്ടും. അങ്ങനെ പെയിന്റ് അടിച്ചാൽ ആ പള്ളി കമ്മിറ്റിക്കാരെ പറ്റി നമ്മൾ പറയുന്ന നല്ല പള്ളി കമ്മിറ്റിക്കാരാണ്, പള്ളി നല്ല ശ്രദ്ധിക്കും, പള്ളി പരിപാലന. ഇത് പള്ളി പരിപാലനല്ല. പള്ളി പരിപാലിക്കേണ്ടത് ദിക്ർ കൊണ്ടും നമസ്കാരം കൊണ്ടും ദഅവത്ത് കൊണ്ടും അള്ളാന്റെ കലാമുകൾ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ പരിപാലിക്കും, പെയിന്റ് അടിച്ചിട്ടല്ല.
പിന്നെ പെയിന്റ് അടിക്കേണ്ട ഒരു സ്ഥലം ഉണ്ടായി നിങ്ങളെ കൽബില, അത് നിങ്ങൾ അടിക്കുന്നുണ്ട്. അതടിക്കാനാണ് ഞാൻ പറയുന്നത്. കൽബിൽ പെയിന്റ് അടിക്കണം. കല്ലാത്ത കുലൂബിയും മാക്കാനും യക്സിബൂൻ, കൽബിൽ മുഴുവൻ കറ, അവിടെയാണ് കറ ഉള്ളത് അല്ല പറയാം. അപ്പൊ അവിടെ അത് പോക്കണം. നമ്മൾ വേറെ എന്തുണ്ടായിട്ട് കാര്യമില്ല. മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് പ്രാർത്ഥിച്ചില്ലേ, റബ്ബിലാ തുഹ്സിനി യൗമ യുബ്അസൂൻ, അല്ലാഹുവേ നിന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ഞാനെന്ന് നീ വിശേഷിപ്പിച്ചു. അത്രയും എല്ലാവരും എന്നെ ഖലീലുള്ളാഹി ഇബ്രാഹിം എന്നെ പേര് വിളിച്ചു. അവസാനം ഞാൻ മത്സരമെത്തുമ്പോൾ എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ഘട്ടം വന്നാൽ ഞാൻ ലോകത്തിന്റെ മുമ്പിൽ നാറിപ്പോകുമ്പോൾ, അതുകൊണ്ട് റബ്ബിലാ തുഹ്സിനി യൗമ യുബ്അസൂൻ, ഉയർത്തെഴുന്നേൽക്കുന്ന നാളിൽ പടച്ചോനെങ്കിൽ എന്നെ വസ്ലാക്കി. ആരാ പ്രാർത്ഥിക്കുന്നു? ഖലീലുള്ള. പിന്നെ ആരാ രക്ഷപ്പെടുക അന്ന്? ഇല്ലാമൻ നത്തല്ല, അള്ളാന്റെ അടുത്ത് വന്നവരൊഴികെ. എങ്ങനെ? ബി കൽബിൻ സലീം, നിർദോഷമായ മനസ്സോടുകൂടി. പെയിന്റ് അടിച്ച മനസ്സല്ല. നമ്മളൊക്കെ മിക്കവാറും പെയിന്റ് അടിച്ച, നല്ല സ്പ്രേ അടിച്ച, അതായത് സ്പ്രേ അടിച്ചാലൊന്നും ഉണ്ടാവില്ല. നമുക്കതൊക്കെ ബോധി. ആളിടയിലൊക്കെ നന്നാവണം. നമ്മളെ വീടിന്റെ മുൻഭാഗത്ത് അല്ല നന്നാവണം, അല്ലേ? അപ്പൊ നമ്മളെ ഭാര്യമാർക്ക് വേണ്ടത് പെയിന്റ് അടിക്കുക. റമദാൻ വന്നാ പെയിന്റ് അടിച്ച് പാത്രം പുതിയത് വാങ്ങി, പാത്രം അല്ല പുതിയതാക്കേണ്ടത്, നല്ല കൽബ. അതല്ലേ ഖുർആൻ പറഞ്ഞത്, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അള്ളാഹു മനുഷ്യന്റെ മനസ്സിൽ തിന്മയും നന്മയും ഇട്ടുകൊടുത്തു. നമ്മളെ മനസ്സിലിപ്പുണ്ട് ഏറ്റവും ഇഷ്ടം കേടാ, നന്മനോടാണ് തിന്മനോട് ഉള്ളത്. നിങ്ങളോട് ഉത്തരം പറയും. ആണായാലും പെണ്ണായാലും കുട്ടിയായാലും ആരായാലും. നിങ്ങൾക്ക് ഒരു തോന്നിയാസ പാട്ട് കേൾക്കുന്നതാണ് ഇഷ്ടം, അതോ ഖുർആൻ കേൾക്കുന്നതാണ്? നിങ്ങളോട് ചോദിച്ചോ, ഉത്തരം കിട്ടിയോ? ഒരു തമ്മാടിത്തം നിറഞ്ഞ പാട്ട് അത് കേൾക്കണോ, അതോ സൂറത്ത് യാസീൻ കേൾക്കണം? ഏതാ നിങ്ങൾക്ക് ഇഷ്ടം? അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ആരാ, ഞാനാരാ, അല്ലേ? തമ്മാടിത്ത പാട്ട്, അല്ലെങ്കിലോ ഇപ്പോഴത്തെ പുതിയ പുതിയ പലയായി ഭാഷ ഉണ്ടല്ലോ, അതൊക്കെ. അതല്ലെങ്കിൽ എല്ലാ തോന്നിവാസങ്ങളും നിറഞ്ഞ സീരിയൽ, തമ്മാടിത്തം. ഖുർആൻ ഓതാൻ വേണ്ടി ഖുർആൻ ഇട്ടാൽ മതി, അപ്പോഴേക്കും ഉറക്ക് വന്ന് ക്ഷീണം വന്ന് ബോഡി മുഴുവൻ പെയിനായി, അല്ലേ? ആണല്ലേ? ഇനിയിപ്പോ റമദാൻ വന്നാൽ നോക്കേണ്ടി എല്ലാ കാലത്തും എല്ലാ പള്ളിയിലും ഉണ്ടാവും മൂലകകാരി വെച്ചിട്ട് ഇങ്ങനെ ആളുകൾ ഖുർആൻ ഓതും. എന്താ റമദാനിന് മാത്രം മതി ഇവിടെ? ഖുർആൻ ഇറങ്ങിയ റമദാനല്ല, റമദാനിലെ മുൻസിലൊക്കെ ഈ ഖുർആൻ. അപ്പൊ ഇനിയിപ്പോ എന്തായിരിക്കാറ്? പിന്നെ റമദാനെങ്കിലും ആളുകൾ പെയിന്റ് അടിക്കുന്നു ഇല്ലാണ്ടാക്കാൻ മൂപ്പര് സംസാരിച്ചു. ഇനി റമദാനെങ്കിലും ആളുകൾ ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ അത് ഇല്ലാണ്ടാക്കാൻ മൂപ്പര് പണി. എന്റെ പണി അതല്ല, എന്റെ മരണം വരെ ഹത്താ എഴുത്തിയക്കൽ യക്കീൻ, നിന്റെ റൂഹ് നിന്നിൽ നിന്ന് പിരിയുന്നത് വരെ നിന്റെ കയ്യിൽ ഖുർആൻ ഉണ്ടാവും. അല്ലാതെ അങ്ങനെ പോവെന്നറിയാം. റസൂലുള്ള പറഞ്ഞത് കൽ ബൈത്തിൽ ഹിറം, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ റസൂലുള്ള പറയാം തകർന്ന വീടാണ് ആ കൊണ്ടുപോകുന്നത്. പൊളിഞ്ഞ വീട്. ഒരു വീടായി നിൽക്കുമ്പോൾ എല്ലാവർക്കും ഉപകാരം. ആ വീട് പൊളിഞ്ഞാലോ അതിന്റെ അകത്ത് കയറാൻ കഴിയും. അപ്പൊ ഖുർആനില്ലാത്ത മനസ്സ് ശരീരം കൊണ്ടുപോകുമ്പോൾ റസൂലുള്ള പറഞ്ഞത് കൽ ബൈത്തിൽ ഹിറം, തകർന്നടിഞ്ഞ് വീടാണ് ആ കൊണ്ടുപോകുന്നത്. ഒരു വീട് പൊളിഞ്ഞ് കൊണ്ടുപോകും. നമ്മൾ സാധാരണ പൊളിഞ്ഞ വീടൊക്കെ ആൾക്കാർ കൊടുക്കുക, ആലോചിക്കുന്നത്. അതാണ് ആ മയ്യത്ത്. അതുകൊണ്ട് പരിശുദ്ധ റമദാനാണ് വരുന്നത്. പരിശുദ്ധമായ നിയ്യത്തോട് ഖുർആൻ പഠിക്കാൻ രംഗത്തുണ്ടാവുക, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, ഖുർആൻ പഠിക്കുക, അർത്ഥസഹിതം. അങ്ങനെ നല്ല നന്മയുമായുള്ള ബന്ധം നിരന്തരമായി പുലർത്തുക. അങ്ങനെ വന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നലെയുള്ള പാപങ്ങൾ അള്ളാഹു നമുക്കെല്ലാം പുറത്തു തരും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാനമായി സ്വർഗത്തിൽ കിടക്കും പരലോകത്ത് ഒരു വിഭാഗം. പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുത്ത് ചെയ്ത തെറ്റുകൾക്കെല്ലാം നരകശിക്ഷ അനുഭവിച്ച് അവസാനം സ്വർഗത്തിലേക്ക് ചില ആളുകൾ പോകും. അവസാനമായിട്ട് അതുവരെയുള്ള നരകത്തിലുള്ള ശിക്ഷയൊക്കെ അനുഭവിച്ചു അവൻ ചെയ്ത തെറ്റില്ല. പിന്നെ അവസാനം റബ്ബ് അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരാം. ആ കൊണ്ടുവരുമ്പോൾ അള്ളാഹുമായി അവനെ ചേർത്ത് നിർത്തും. നമ്മളെന്നിട്ട് അള്ള അണച്ചു പിടിക്കും. അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളെ ഭാര്യ നിങ്ങളെയോ അണച്ച് ചേർത്ത് പിടിച്ച് ഒരു കാര്യം നിങ്ങളോട് സംസാരിച്ചാൽ എത്രമാത്രം നമ്മൾ സ്വാധീനം ഉണ്ടാക്കൂല്ലേ? വല്ലാണ്ടുണ്ടാവും. അത് പറയുമ്പോൾ കണ്ണിൽ വളർന്നു.
അല്ലേ? നിനക്ക് ഞാനുണ്ടോന്ന് നിങ്ങളൊന്ന് ഭാര്യനോടൊന്ന് അണിച്ച് ചേർത്ത് പറഞ്ഞു നോക്കി. ആ പറച്ചിലോട് മരണം വരെ മറക്കൂല. അതോട് നിങ്ങളോട് പറഞ്ഞാൽ ഞാൻ ഉണ്ടാവും, നിങ്ങൾ എന്തിനാ ബേജാറാകും എന്ന് ചോദിച്ചാൽ മതി. സങ്കടപ്പെടുന്ന നമ്മളോട് വന്നിട്ട് അവൾ നമ്മളെ കെട്ടിപ്പിടിച്ചിട്ട് പറയാൻ ഇതൊന്നും ഒരു വിഷയമല്ല, ഞാൻ ഉണ്ടാവും നിങ്ങളെ കൂടെ മരണം വരെ, ബേജാറാകണ്ടെന്ന് പറഞ്ഞാൽ അതോടുകൂടി നമ്മൾ പിന്നെ ആ ഭാര്യ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഭാഷ മറക്കാൻ കഴിയും. അതൊരു മനുഷ്യന്റെ സ്വഭാവം. അതുപോലെ അള്ളാഹ് പരലോകത്ത് നരകത്തിലേക്ക് പോയി സ്വർഗത്തിലേക്ക് കൊണ്ടുവരുന്ന ആൾക്കാരെ അള്ളാഹിനോട് ചേർത്ത് പിടിച്ചിട്ട് അള്ളാഹ് പറയും, ആ തൈരിഫ് ദൻബ കഥ കഥ ദൻബ കഥ അമിൽത്ത കഥ കഥ അല്ല, നീ ചെയ്ത അമിൽത്ത കഥ കഥ ഇന്നാലിന്ന ദിവസം ഇന്നെന്ന സ്ഥലത്ത് വെച്ച് നീ ചെയ്ത് തെറ്റ് നിനക്ക് ഓർമ്മ. ചേർത്ത് പിടിച്ചിട്ട് അതാ പറഞ്ഞു, റബ്ബേ നീ ചെയ്ത് തെറ്റാൻ ഓർമ്മയുണ്ടോ? കള്ളു കുടിച്ചത് ഓർമ്മയുണ്ടോ? ഇവിടുന്ന് നാട്ടിൽ നിന്ന് ബോംബെയിലേക്ക് യാത്ര ട്രെയിൻ ടിക്കറ്റ് എടുത്ത് പോയ ഓർമ്മയുണ്ടോ? റമദാനിന് മാത്രം നിസ്കരിക്കുകയോ റമദാൻ കഴിഞ്ഞാൽ കള്ളു കുടിച്ചത് ഓർമ്മയുണ്ടോ? അങ്ങനെ എല്ലാ തെറ്റുകളും നമ്മളോട് അല്ലാതെ ഓരോന്നോരോന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴോ നമ്മളെന്താ പറയാ, കാല അമീൻസുഹ, പടച്ചോനെ ചെയ്തു പോയിട്ടുണ്ട്, ആണ് ചെയ്തിട്ടുണ്ട് കാല. അപ്പൊ അള്ളാഹു പറയാം, ഫൈനി സതർത്തുഹ അലൈ ഫിദ്ദുനിയ, അത് ഞാൻ ദുനിയാവിൽ വെച്ച് ആരാരും അറിയാതെ, നിന്റെ ഭാര്യയോ നിന്റെ മക്കളോ നിന്റെ കുടുംബമോ നിന്റെ ബന്ധുക്കളോ നാട്ടുകാരോ അറിയാതെ ഞാൻ അത് ആ തെറ്റ് ഞാൻ മറച്ചു അല്ല മറച്ചാണ്, അല്ലാണ്ട് അറിയില്ല. അങ്ങനെ നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോഴേക്കും നാടും വീടും കുടുംബവും എല്ലാവരും അറിയും, അല്ല വിചാരിച്ചില്ലേ. അപ്പൊ അല്ല മറച്ചു വെച്ചാൽ അപ്പൊ എന്റെ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതൊന്നും ഇപ്പൊ ആരും അറിഞ്ഞില്ല അല്ലെ. അതാര് മറച്ചു നിങ്ങൾ വിചാരിച്ച്? നിങ്ങൾ റബ്ബിനോട് പറഞ്ഞല്ല, റബ്ബ് മറച്ചു വെച്ചതാണ്. ഫൈനി സതർത്തുഹ അലൈക ഫിദ്ദുനിയ, അതുകൊണ്ട് വാന അവസുല്ലക്കല്യവും, ഇന്ന് ഞാൻ നിനക്ക് ഇവിടുന്നും പൊറുത്തു. അങ്ങനെ എന്റെ അള്ളാന്റെ പൊറുക്കല് ഞാൻ അവിടുന്ന് എനിക്ക് പുറത്തു വന്ന് ആദ്യം അറിയിച്ചു. അതുകൊണ്ട് നീ വഷളായില്ല. അല്ലെങ്കിലോ നമ്മളെ വെള്ളക്കുപ്പായും നമ്മളെ താടിയും നമ്മളെ വയലും നമ്മളെ ദീനും നമ്മളെല്ലാ ഇസ്ലാമിക പ്രവർത്തനം ഒക്കെ പമ്പ കടന്നു പോകും അല്ലേ നാട്ടുകാർക്കിട്ട്. പക്ഷെ അല്ല മറിച്ചിട്ട. എന്നിട്ടല്ല പറയാ, അന്ന് ഞാൻ എനിക്ക് അവിടുന്ന് മറിച്ചു, ഇനിയിപ്പോ ഇവിടുന്ന് മറിച്ചു. അപ്പൊ അതിൻ്റെ ഇടയിൽ ഇപ്പൊ എന്താ ഉണ്ടായത്? അതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്ത് തെറ്റിനുള്ള ശിക്ഷ നടത്തായിരിക്കും കേട്ടോ. പിന്നെ വാന അവസരലക്കല്യവും, ഇന്ന് ഞാൻ നിനക്ക് പുറത്തു വന്നില്ല. അത് പൊറുക്ക മാത്രമല്ല, ഫൈനലക്ക മക്കാന കുല്ല സയ്യത്തിന് ഹസന, നീ ചെയ്ത എല്ലാ തെറ്റിനും പകരം അതൊക്കെ നന്മയാക്കില്ലേ. ഓരോ തെറ്റും നന്മയാക്കി കൂലിയത് പ്രതിയോധി. അങ്ങനെയുണ്ട് റബ്ബ്. നമ്മൾ ചെയ്ത തെറ്റെല്ലാം നന്മയാക്കി അള്ളാഹു പരിവർത്തിച്ചിട്ട് നമുക്ക് പ്രതിയോധി കേട്ടോ. അപ്പൊ ഇപ്പൊ എന്നാ കുറച്ച് തിന്മ ചെയ്തിട്ടേക്കാം, അത് അള്ളാഹു ഒന്ന് പരിവർത്തിപ്പിച്ചോട്ടെ, അതാണ് അവിടെ ഉദ്ദേശിച്ചത്. അല്ല, അത് അന്ന് ചിന്തിക്കുന്നവൻ ആരാ? മുസ്ലിമല്ല, മൂമിനുമല്ല, ഓൻ മുനാഫിക്ക. ഓൻ നരകത്ത് പോണ്ടവൻ, ഓൻ അള്ളാഹു രക്ഷപ്പെടുന്നതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞതല്ല. അപ്പം എന്നിട്ടോ അതെല്ലാം കഴിഞ്ഞ ശേഷം അല്ല പറയാ, ഫയൂത്തി സഹീഫത ഹസനാത്തി, എന്നിട്ട് അവന്റെ കർമ്മരേഖ, അവൻ ചെയ്ത കർമ്മരേഖ വലത് കയ്യിലാണ്. അങ്ങനെ റിക്കാർഡ് കൊടുക്കുമ്പോൾ ചെയ്ത് എല്ലാ തിന്മകളും അള്ളാഹു നന്മയാക്കി പരിവർത്തിപ്പിച്ചിട്ട് നന്മയുടെ റിക്കാർഡ്, സ്വർഗത്തിൽ പോകാനുള്ള റിക്കാർഡ് നമ്മളെ കയ്യിൽ കേട്ടോ. ഫയൂത്തി സഹീഫത ഹസനാത്തി. എന്നാൽ പണ്ഡിതന്മാരായ പൂർവസൂരികളായ ഉലമാക്കന്മാര് ഈ പകരമാക്കലിനെ പറ്റി പറയാം. ആർക്കെ പകരാക്കൂ? നമ്മളെ കയ്യിൽ വന്ന തിന്മല്ലാക്കെ പകരാക്കൂല്ല. അത് ആർക്കെ ആക്കുന്നു? എല്ലാവർക്കും തന്നെ കേൾക്കുന്നവർക്കൊക്കെ ആക്കല്ല, കാണുന്നവർക്കൊക്കെ. യഥാർത്ഥത്തിൽ ചെയ്തു പോയ തിന്മകളിൽ ഖേദം പ്രകടിപ്പിച്ചോ, ഓർക്കാൻ മാത്രം ഖേദം വേണം. സാധാരണ ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്ന തെറ്റ് ആലോചിക്കുമ്പോഴേക്ക് നമ്മൾ സന്തോഷം വരും അല്ലേ? അല്ലെ ഒന്നും കൂടി അവൻ ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയാൽ മതി. ഒന്നുകൂടി ബോംബെ പോവുക, കള്ളുപിടിക്കുക, ഒന്നുകൂടി മദ്രാസ് പോവുക, വ്യഭിചരിക്കുക, അതിനൊക്കെ ഒരു അവസരം കിട്ടിയ ചിന്തിക്കുമ്പോഴേക്കും ഖേദം വരും. വന്നുപോയല്ലോ ഓർക്കേ അല്ലാഹു മാപ്പാക്കും. അങ്ങനെ സാധാരണ ഒരുവിധം ആളുകൾക്ക് താൻ ചെയ്ത തെറ്റുകുറ്റങ്ങളൊക്കെ ചിന്തിക്കുമ്പോഴേക്കും അതിൽ ആനന്ദം കണ്ടെത്തി. പക്ഷെ ഇവിടെ ഖേദമുണ്ട്.
അതാണ് പറഞ്ഞത്. ഫി ഹഖ് മൻ നജിബ അലാ സയ്യിഅത്ത് വജഅലഹ മുസ്ബഅൈനി. ആ തെറ്റിനെ പറ്റി ആലോചിക്കുമ്പോഴേക്കും കണ്ണിൽ വെള്ളം നിറയും. ആ ചെയ്തു പോയതിലുള്ള കേരം മാത്രമല്ല, കണ്ണിൽ വെള്ളം നിറയും. നുസ്ബഅൈനി, അവന്റെ രണ്ട് കണ്ണുകളിലും അതിന്റെ അടയാളം ഉണ്ടാവും. ഫകുല്ലമാ ദക്കറഹ ഇസ്ദാദ വജില. എപ്പോഴെല്ലാം ആ തെറ്റിനെ കുറിച്ച് ഓർക്കുന്നു അപ്പോഴൊക്കെ ഹൃദയം നൽകും. ഇസ്ദാദ വജില, പേടിച്ചിട്ട് കൽബ് വിറക്കും. ഓർക്കുമ്പോൾ അങ്ങനെ ചെയ്തു പോയല്ലോ വന്നു പോയല്ലോ എന്നൊക്കെ സങ്കടം ഉണ്ടാവും കേട്ടോ. ഹയാമിനുള്ള അള്ളാഹുവിന്റെ അടുത്ത് ചെന്നിട്ട് മക്കാമിൽ നിൽക്കണമല്ലോ പഠിച്ചോനെ, എല്ലാം അറിയുന്ന നിന്റെ മുമ്പിൽ ഈ കുറ്റവാളിയായി ഞാൻ വന്നു നിൽക്കണമല്ലോ എന്ന ലജ്ജ. ആ ലജ്ജയും അവന് വേണം. അപ്പോഴേതൊക്കെ ഉണ്ടാവുള്ളൂ. തിന്മകളെല്ലാം നന്മകളാക്കി പരിവർത്തിക്കാൻ ഇപ്പൊ എന്തൊക്കെ വേണം? ഒന്ന്, ചെയ്തു പോയതിൽ എപ്പോഴും ഖേദം ഉണ്ടാവും. ഖേദം, ഒരു സങ്കടം എപ്പോഴും ഉണ്ടാവും. രണ്ട്, അത് ഓർക്കുമ്പോഴേക്കും കണ്ണിൽ വെള്ളം നിറയും. അത് ചിന്തിക്കുമ്പോഴേക്കും കൽബ് പടയും അല്ലെ. പിന്നെ ആ കുറ്റവാളിയായി റബ്ബിന്റെ മുമ്പിൽ നിൽക്കണമല്ലോ എന്നൊരു ലജ്ജയുണ്ടാവും. അപ്പൊ മുസാറാത്ത നിലയിൽ അഹ്മാനിസായ, അത് മറക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള നന്മകളിൽ നിന്ന് ധൃതിയാണ് മുസാറ. ഭയങ്കര ധൃതിയാണ്. എങ്ങനെയെങ്കിലും കുറച്ച് നന്മയെങ്കിലും എൻ്റെ ജീവിതം ഉണ്ടാവണം. ഇങ്ങനെ ജീവിച്ച് പോരാ, ഇങ്ങനെ ജീവിച്ച് മരിച്ചാൽ പോരാ. ഒരുപാട് റമദാൻ കിട്ടി, ഒരു റമദാൻ കൊണ്ട് പോലും അള്ളാഹു മുഖഫിറാത്തായില്ല. എൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ മാത്രം ആയിട്ടില്ല. ജീവിതത്തിൽ ഒരുപാട് റമദാൻ കിട്ടിയിട്ടും മാറാൻ കഴിഞ്ഞിട്ടില്ല. പഠിച്ചോനെ, ഈ പരിശുദ്ധ റമദാനിലെങ്കിലും നന്മകൾ ചെയ്യാനും തിന്മകൾ തിരുത്താനും വന്നുപോയ തിന്മകൾ അള്ളാഹു മാപ്പാക്കുകയൊക്കെ ചെയ്ത് ഖൈറായി എൻ്റെ തിന്മകളെല്ലാം അള്ളാഹു നന്മകളാക്കി പരിവർത്തിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഒക്കെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അങ്ങനെ ചെയ്യുമെന്നാണ് ഖുർആൻ പറയുന്നത്. ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യിആതി ഹസനാത്ത്. അള്ളാഹു എല്ലാ തിന്മകളും നന്മകളായി പരിവർത്തിപ്പിക്കും. വഖാന അല്ലാഹു ഗഫൂറർ റഹീമ. അള്ളാഹു മനുഷ്യരോട് ഏറെ പൊറുക്കുന്നവനും കരുണയുള്ളവരും. അല്ലാതെ നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷിക്കാൻ വേണ്ടി കാത്തിക്കല്ല. മയ്യത്തിൽ വന്ന അപ്പ തന്നെ പിടിച്ച് നരകത്തിലാണ് ശിക്ഷിക്കാൻ കാത്തിക്കല്ല. എങ്ങനെയൊക്കെ മാപ്പ് വരാൻ പറ്റും അതൊക്കെ അള്ളാഹു ചെയ്യും. അതിന് പറ്റിയ സമയമാണ് വരുന്നത്. അള്ളാഹു പരിശുദ്ധ റമദാനിൽ കൃത്യമായി നമസ്കരിച്ച് ദിക്റുകൾ നിർവഹിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്ത് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ തിന്മകളെല്ലാം നമ്മുടെ കുടുംബങ്ങൾക്കും നമുക്കും അള്ളാഹു മാപ്പാക്കി തരുന്ന വിശുദ്ധരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുകയും അവസാനത്തെ ശ്വാസമെടുക്കുമ്പോൾ അള്ളാഹു തൃപ്തിപ്പെട്ട വലിയ അള്ളാഹു തൃപ്തിപ്പെട്ട അള്ളാഹുവിനെ നമ്മൾ തൃപ്തിപ്പെടുന്ന ആ നിലക്ക് നയിച്ചു വിരിയാൻ റബ്ബ് എന്നെയും നിങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ ഖൈരി ഖൽഖിഹി വറസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി വഅസ്ഹാബിഹി ശുഹഫ അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഹ്ബാബ് ഊസികും ഇബാദല്ലാഹ് വഇയ്യായ ബിത്തഖ്വ. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, കടന്നു വരാനിരിക്കുന്ന പരിശുദ്ധ റമദാനിനെ മഹനീയമായി സ്വീകരിക്കാൻ, ഉൾക്കൊള്ളുന്ന എത്രമാത്രം പവിത്രതയോടുകൂടി റമദാനെ ഉൾക്കൊള്ളാൻ കഴിയുന്നു ആ നിലക്ക് ഉൾക്കൊള്ളാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖികളിൽ ഉൾപ്പെടണമെന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിന്റെ മഹത്വമായി ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഷഹ്റു റമദാനില്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ലോകത്തുള്ള മനുഷ്യന്മാർ മുഴുവൻ എന്ത് വിശ്വസിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, എന്ത് ചിന്തിക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ കുടുംബം പുലർത്തണം, എങ്ങനെ കച്ചവടം ചെയ്യണം,
എന്നൊക്കെ പഠിപ്പിക്കുന്ന പരിശുദ്ധ വേദഗ്രന്ഥങ്ങളെല്ലാം ഖുർആൻ മാത്രമല്ല, ലോകത്തേതെല്ലാം വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം അള്ളാഹു ഇറക്കിയിട്ടുള്ളത് റമളാനിലാണ്. ഖുർആൻ മാത്രമല്ല, എല്ലാ വേദഗ്രന്ഥവും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻസിലത്ത് സുഹുഫ് ഇബ്രാഹിം നബിക്ക് അള്ളാഹു കൊടുത്ത സുഹുഫ് ഇറക്കിയത് ഫി അവ്വൽ ലൈലത്തിൽ റമളാൻ, റമളാൻ ആദ്യ രാവിലെ, ആദ്യ നാളുകളിലാണ് ഇബ്രാഹിം നബിക്ക് അള്ളാഹു കൊടുത്ത സുഹുഫ് ഇറക്കിയത്. ഉൻസിലത്ത് തൗറാത്ത് ലിസിത്തിൻ ഖലീന മിൻ റമളാൻ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ തൗറാത്ത് അള്ളാഹു ഇറക്കി കൊടുത്തത് ലിസിത്തിൻ ഖലീന മിൻ റമളാൻ, റമളാൻ 6 ശേഷം, അതായത് 7ാമത്തെ രാവിലെ, റമളാൻ 7, അതാണ് തൗറാത്ത് ഇറങ്ങി. ആദ്യ രാവിലെ സൂഫി ഇബ്രാഹിം, 6 കഴിഞ്ഞ് 7ാമത്തെ രാവിലാണ് മൂസാ നബിക്ക് ഇറക്കിയ തൗറാത്ത്. ഇഞ്ചീൽ അള്ളാഹു ഇറക്കിയത് റമളാൻ 13 14, റമളാൻ 14 രാവ് അന്നാണ് ഇഞ്ചീൽ ഇറക്കിയത്. ഉൻസിലത്തിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയതോ അറുപത്ത 20 ഖലത്തുൽ റമളാൻ, റമളാൻ 24 റമളാൻ 24, അതായത് 25-ാം രാവിലെ അതാണ് ഖുർആൻ, 25-ാം രാവിലാണ് ഖുർആൻ. അങ്ങനെ ലോകം എങ്ങനെ ജീവിക്കണമെന്ന് കാലാകാലങ്ങളിൽ അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥങ്ങളെല്ലാം ഇറക്കിയത് പരിശുദ്ധ റമളാനിലാണ്. നമുക്കറിയാം, മനുഷ്യനെ സ്വർഗത്തിൽ ഭൂമിയിലേക്ക് അള്ളാഹു അയച്ചപ്പോൾ അള്ളാഹു പറഞ്ഞൊരു വാചകമുണ്ട്. എന്താ? ഇഹ്ബിത്തു മിൻഹാ ജമീഅ, എല്ലാം ഇവിടുന്ന് ഇറങ്ങണം. എന്താ കാരണം? അള്ളാഹു വിലക്കിയ കനി തിന്നരുതെന്ന് പറഞ്ഞ ഒരൊറ്റ കൽപ്പന തിരസ്കരിച്ചു. അത് കാരണത്താൽ അള്ളാഹു ചെയ്തു, ജിന്നിനെയും മലക്കുകളെയും മനുഷ്യരെയും ഒക്കെ സ്വർന്ന് പുറത്താക്കി. എല്ലാവരും പോകണം. ഇത് പറയാ, ഫൈമ എഴുത്തിയന്നക്കും മിന്നി ഹുദൻ, എന്നിൽ നിങ്ങൾക്ക് മാർഗദർശനമായി വേദഗ്രന്ഥം വരും. വേദഗ്രന്ഥം വന്നില്ലപ്പം ഈ മാസം വേദഗ്രന്ഥം വരും. ഫമൻ തബിയ ഹുദായ, ആ എന്റെ മാർഗദർശനത്തെ വേദഗ്രന്ഥങ്ങളെ ആരും പിൻപറ്റുന്നുവോ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടതില്ല, അവർക്ക് നഷ്ടപ്പെട്ട സ്വർഗം കിട്ടും, പേടിക്കണ്ട, തീർച്ചയായും. അപ്പൊ അതിനാണ് നമ്മൾ ഈ പരിശുദ്ധ റമളാനിലെ ഖുർആനുമായി നിരന്തരമായ ബന്ധം പുലർത്തുകയും ഖുർആൻ മുഴുവനുമായി ഓതുകയും അർത്ഥം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്കും ഖുർആനിലേക്കും അടുത്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് പ്രത്യേകം ഉണർത്താൻ കാരണം കേട്ടോ. അപ്പൊ ആ നിലക്ക് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ദാസന്മാരായി ജീവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. ഇനിയോ പരിശുദ്ധ റമളാൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത, ഇദാ ജാഅ റമളാൻ ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന, റമളാൻ സമാഗതമായ ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന, അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ കവാടങ്ങൾ അള്ളാഹു മലർക്കെ തുറന്നു കേട്ടോ. ഉല്ലിക്കത്ത് അബ്വാബുൽ ജന്ന, നരകത്തിന്റെ കവാടം അള്ളാഹു കുത്തിയടച്ചു പരിശുദ്ധ റമളാൻ. സുൽസത്തി ശയാത്തി, നമ്മൾ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന പിശാചിനെ അള്ളാഹു ബന്ധനത്തിലാണ്. നമ്മൾ നോക്കേണ്ടി, റമളാൻ വന്ന ഏത് തമ്മാടിക്കും തമ്മാടി ചെയ്യാൻ കഴിയില്ല, കാരണം ഞങ്ങൾ കിട്ടുക. ചിലപ്പോൾ നമുക്ക് പൂതി ഉണ്ടാവും, എന്നാലും നമ്മൾ ചിന്തിക്കും ഒന്നുകൂടി അല്ലേ, എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ പിശാചിനെ അള്ളാഹു ചങ്ങലക്കിട്ട് നമ്മളെ സഹായിക്കാറില്ല, എന്നിട്ടെങ്കിലും നന്നായിക്കോട്ടെ. അതുകൊണ്ട് ഈ നല്ല അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതല്ല പറഞ്ഞത്. എത്ര ഞാൻ ചങ്ങലക്കിട്ടാലും അവൻ നിങ്ങളുടെ ശത്രുവാണ്, മറക്കണ്ട. ഇന്ന ശൈത്താന ലക്കും അദുവ, അവൻ നിങ്ങൾക്ക് ശത്രുവാണെന്ന് നിങ്ങൾ ഓർക്കണം. ഫത്തഹിദൂഹു അദുവ, നിങ്ങൾ അവനെ ശത്രുവായി സ്വീകരിക്കണം. ഒരിക്കലും അവനെ നിങ്ങൾ മിത്രമായി കൊണ്ടുനടക്കരുത്. കാരണം ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ, അവൻ അവന്റെ കക്ഷികളെ പിശാച് നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ക്ഷണിച്ചുകൊണ്ടേയിരിക്കും. ഭയങ്കര സമ്മർദ്ദ. എന്ത് വേണ്ടാത്തതുണ്ടോ അതിന് നിങ്ങൾക്കൊന്ന് ചെയ്യിപ്പിക്കുക. വേണ്ടാത്തത് എന്താണ് കുറിപ്പിക്കും, അനുഭവിപ്പിക്കും, കേൾപ്പിക്കും, ശ്രദ്ധിപ്പിക്കും. അങ്ങനെ നിങ്ങളെ എങ്ങനെയെങ്കിലും നരകത്തിൽ കൊണ്ടുപോകാനാണ് ഞാൻ പറയും. അവസാനം നമ്മൾ മോനും പല്ലോകത്തിലൂടെ നമ്മൾ ഭർത്താവിനോട് പറയും, ഭർത്താവ് ഞാനല്ല കുറ്റക്കാരൻ, എന്നെ നരകത്തിലെത്തിക്കാൻ സഹായിച്ചത് ഇതിനാണ്. അപ്പം ഈ ഇബ്ലീസ് അല്ലാഹുവോട് പറയും,
പഠിച്ചോനെ ഞാനല്ല, നീ വാഗ്ദാനം ചെയ്തു സ്വർഗം കൊടുക്കാൻ. ഓനത് കേട്ടില്ല. ഞാൻ ഓനെ സൂചിപ്പിച്ചു. അപ്പോഴോ ഓൻ്റെ സുഖത്തിന് കൂടി. താൽക്കാലിക സുഖത്തിന് പിന്നാലെ കൂടിയതാ. ഒരു തെറ്റിയുന്ന ആൾക്കും സുഖമില്ലാതെ കൂടിയല്ല ആണോ? ഒരു കള്ളുടിയാൻ ഒരിക്കലും ഓർക്ക് സുഖമില്ലാതെ കള്ളുടിക്കുക. ഇബ്ലീസ് പറഞ്ഞത് ചേത്താൻ കള്ളുടിച്ചു. അങ്ങനല്ല, നമ്മക്കതിന് സുഖമുണ്ട്, അങ്ങനെ കുടിക്കുന്ന ഒരു പൂതി നമ്മക്കും ഉണ്ട്. അപ്പൊ ചേത്താൻ കൂടും. അപ്പൊ നമ്മൾ നാട്ടിൽ ആവുമ്പോ ആരെയും കാണും, അറിയും, അപ്പൊ കുടിക്കൂല. ഇവിടെയാണ് വിട്ടു കോയമ്പത്തൂരോ എവിടെയൊക്കെ ചെല്ലുമോ ആരും ഇല്ല, നമ്മളറിഞ്ഞില്ല, എന്നാ ഒന്ന് കുടിച്ചോളാം. ഏതായാലും ആയി. ഇനിയിപ്പോ റമദാന് മോശമാണ്. അള്ള പിശാചുക്കളൊക്കെ ചങ്ങല കിട്ടുന്നു. അതിന് അന്ന ചങ്ങല കിട്ടുന്നില്ലല്ലോ. കുടിച്ചോ. എത്ര ആയാലും രണ്ടും തരം ആൾക്കാരുടെ മനുഷ്യന്മാർക്ക് പറയാൻ സാധ്യതയില്ല. വിട്ടേക്കാം. അപ്പൊ അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ റമദാൻ വന്നാൽ ചങ്ങലക്കിടുവല്ലാവും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ ശത്രുവാണോ, ഓൻ നിങ്ങളെ പിന്നാലെ എപ്പോഴും കൂടും. ഭയങ്കര പ്രേരണ. അത് ചെയ്താൽ ഇപ്പൊ കിട്ടും, ഇനി അത് ചാൻസ് ഉണ്ടാവില്ല, അവസരം ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങൾ പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ പൈസ ഉണ്ടാക്കാൻ എപ്പോഴേ കഴിയുള്ളൂ. ഇപ്പൊ പഠിച്ചോ, കച്ചവടം ഇപ്പൊ ചെയ്തു. എന്തിനാ ഈ പൈസ എന്ന് ചിന്തിക്കില്ല. ഇതൊക്കെ ഉണ്ടാക്കി അവസാനം ആ ഇവന് പൊതിയാനുള്ള തുണിക്കുള്ള പൈസക്ക് മറ്റുള്ളവരുടെ ഇരക്കേണ്ട അവസ്ഥ വരെ ഉണ്ടാവും. ചില ആളുകളുടെ മരണം അങ്ങനെ. കഫം തുണിക്ക് പോലും പൈസ ഇല്ലാണ്ടാണ് അല്ലെ. അതായത് നമ്മൾ വീടൊക്കെ ഉണ്ടാക്കി, എന്ത് കാര്യം, വലിയ വീടുണ്ടാക്കി അതിന് പടിയിറങ്ങുമ്പോൾ മയ്യത്ത് പടിയിറങ്ങുമ്പോ ആ വീട് കാര്യം. ഇപ്പൊക്കെ വീടുണ്ടാക്കിയാല് നമ്മൾ ആനന്ദിക്കുകയില്ല. ആളുകൾ, കുടുംബക്കാര്, ബന്ധുക്കൾ, സുഹൃത്തുക്കളൊക്കെ വരുമ്പോഴേ നമ്മൾ പ്രത്യേകം മോനെ എത്താനായിട്ട് പ്രത്യേക റൂമാണ് അല്ലേ. അത് പ്രത്യേക സോഫ സെറ്റൊക്കെ ഉണ്ടാവും. ആണ്ടേ ഭയങ്കര സോഫ ഇരുന്നങ്ങനെ പൊന്തണം. പക്ഷെ ഇതിൽ നിന്ന് നഗരത്തെത്തുമ്പോൾ ഇരുന്നങ്ങനെ പൊന്തും, അവിടുന്ന് പൊന്തും. ഒരു ചെറിയ നിരക്കുള്ള ചിന്ത സൂചിക്കുമ്പോൾ ഉണ്ടായിക്കോട്ടെ, യാത്ര പോകേണ്ടതാണ്. അതിന്റെ മുമ്പ് വിശുദ്ധരിൽ വിശുദ്ധരാകണം, തക്കവയുള്ളവരായി മാറണം, അള്ളാഹു പൊറുക്കപ്പെടുന്നവരായി മാറണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകണം. എല്ലാ തെറ്റുകളും ജീവിതത്തിൽ ഒരുപാട് വന്നു പോയിട്ടുണ്ട്. റഹ്മാനായ നാഥ, നിന്റെ മഹതായ പകലുകൊണ്ട് ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഈ പരിശുദ്ധ റമദാന്റെ മഹതായ പകലുകൊണ്ട് നമുക്കെല്ലാം പുറത്ത് മാപ്പാക്കാൻ നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾക്കെല്ലാം മഹഫറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുന്നതാണ്. റഹ്മാനായ റബ്ബ്, ഒരുപാട് ആളുകൾ രോഗികളായി ഈ പരിശുദ്ധ റമദാനിൽ ഇബാദത്ത് ചെയ്യാൻ പോലും കഴിയാതെ കഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹുക്ക് എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകണം. നമ്മുടെ എല്ലാം മനസ്സിലുള്ള സാലിഹായ ഉദ്ദേശങ്ങളെല്ലാം നമുക്കെല്ലാം സഫലീകരിച്ചിരുന്നതാണ്. അള്ളാഹു المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.